നമസ്കാരം. മനുഷ്യകുലത്തിന് ഏറ്റവും വലിയ ഭീഷണി ആണവായുധങ്ങളാണെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ആ കിരാത ആയുധങ്ങളുടെ ഉപയോഗം ഒരുപക്ഷെ ലോകാവസാനത്തിന് കാരണമായേക്കും എന്നാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആണവായുധ ശേഖരത്തിന്റെ നിയന്ത്രണമുള്ള ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ ആകാത്തത്ര ഭീകരമായിരിക്കും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപയോഗിച്ചാൽ ലോകം തന്നെ ഇല്ലാതായേക്കാവുന്ന ഒന്നിനായി ഇത്രയധികം പണം മുടക്കുക എന്നത് ഖേദകരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവായുധങ്ങൾ ഉയർത്തുന്ന ഭീഷണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന ഭീഷണി ഒന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും ലോകത്തിലെ ആണവായുധ ശേഖരം കുറയ്ക്കണമെന്നാണ് ആഗ്രഹമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായും ചൈനയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞിരുന്നു. പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കാരണങ്ങളൊന്നുമില്ലെന്നും ഇപ്പോൾ തന്നെ അവ ആവശ്യത്തിലധികമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നെ ലോകത്തെ 50-100 തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധങ്ങൾ ലോകത്തുണ്ടെന്നും ഇനി അവയ്ക്കായി പണം ചെലവാക്കാതെ കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ 5177 ആണവ പോർമുനകളാണ് അമേരിക്കയുടെ പക്കലുള്ളത്. അതിൽ 1477 എണ്ണം നിർവീര്യമാക്കാൻ പോവുകയാണ്. ശീതയുദ്ധം അതിൻ്റെ മൂർധന്യതയിലുണ്ടായിരുന്ന 1960കളിൽ അമേരിക്കയുടെ പക്കൽ 31,255 പോർമുനകളായിരുന്നു ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഇവ നിർവീര്യമാക്കാൻ ആരംഭിച്ചെങ്കിലും 2000 പ്രക്രിയ മന്ദഗതിയിലായി. നിലവിൽ റഷ്യയിലാണ് ഏറ്റവും അധികം ആണവ പോർമുനകൾ ഉള്ളത്, 5600 എണ്ണം. ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ചൈനയുടെ പക്കൽ 380 പോർമുനകളുമുണ്ട്. അതിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ആണവായുധങ്ങളിലേക്ക് തിരിയുകയാണ്. തങ്ങളുടെ ആണവായുധ ശേഖരം തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകാൻ തയ്യാറാണെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചത്. അതിനിടെ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പോളണ്ടിന്റെ ഡൊണാൾഡ് ടസ്കും ആണവായുധങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ഫ്രാൻസുമായി ഗൗരവപൂർവ്വം ചർച്ച ചെയ്യും എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസുമായും ബ്രിട്ടനുമായും ചർച്ചകൾ നടത്തുമെന്ന് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും വ്യക്തമാക്കിയിരുന്നു. അതേസമയം റഷ്യ-യുക്രൈൻ യുദ്ധം ഒത്തുതീർക്കാനിറങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുത ഏറ്റുവാങ്ങിയ ട്രംപ് ഇപ്പോൾ അവരെ തണുപ്പിക്കാനുള്ള നമ്പറുകളുമായും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് റഷ്യക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയത് എന്ന് വേണം വിലയിരുത്താൻ. റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും ഉയർന്ന താരിഫുകളും പരിഗണനയിൽ ആണെന്നാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയത്. യുദ്ധക്കളത്തിൽ റഷ്യ ഇപ്പോൾ യുക്രൈനെ വലിയ തോതിൽ ആക്രമിക്കുകയാണ്. വെടിനിർത്തൽ കരാറിലേക്ക് റഷ്യ ഉടനെ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ ബാങ്കിംഗ് ഉപരോധവും താരിഫ് വർധനവും പരിഗണനയിലാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഉടനെ തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തയ്യാറാകാനും റഷ്യയോട് ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി വൈറ്റ് ഹൗസിൽ നടന്ന വാക്പോരിന് ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം ലണ്ടനിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവൻ ഒത്തുകൂടി യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പല രാജ്യങ്ങളും അവർക്ക് ആയുധങ്ങളും നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലായിരിക്കാം യൂറോപ്യൻ രാജ്യങ്ങളെ പിണക്കാതെ ഒത്തുതീർപ്പ് ചർച്ചകളിൽ പുതിയ നിലപാട് സ്വീകരിക്കാൻ ട്രംപ് നിർബന്ധിതനായത് എന്ന് വേണം കരുതാൻ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഒന്നടങ്കം പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കാര്യം ഒടുവിൽ ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതോടെ വിവിധ രാജ്യങ്ങൾ റഷ്യക്കെതിരെ 21,000-ലധികം ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായം അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. യുദ്ധത്തിൽ ഇത് യുക്രൈന് വലിയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ്. യുക്രൈനെ ഒറ്റപ്പെടുത്താനും റഷ്യ ഏകപക്ഷീയമായി സഹായിക്കാനുമാണ് ട്രംപ് ശ്രമം നടത്തുന്നതെന്ന് വ്യാപകമായി ആരോപണം ഉയർന്നിരുന്നു.